മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 11 തിങ്കൾ. എന്തുതരം ഭരണമാണ് ബംഗാളിന് ലഭിക്കാൻ പോകുന്നതെന്ന് കാലമാണ് തെളിയിക്കേണ്ടതെങ്കിലും സുവേന്ദു അധികാരി അധികാരമേറ്റ രീതിയും സന്ദർഭവും നൽകുന്ന സൂചന ബംഗാളിന് ശുഭകരമാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ബംഗാൾ ഇന്ത്യക്കൊരു പാഠം. പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ ആദ്യ BJP മന്ത്രിസഭ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സ്ഥാനമേറ്റിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ ഒരു സംഘപരിവാർ ആഘോഷമായി നടത്തിയത് ചൂണ്ടുവലകയായി കണക്കാക്കാം. പ്രധാനമന്ത്രിയടക്കം യൂണിയൻ മന്ത്രിമാരും NDA ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങിന്റെ കാവ്യരാഷ്ട്രീയത്തിന്റെ അടയാളങ്ങൾ പ്രകടമായി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കൂടുതൽ ഊന്നലുണ്ടാകുമെന്നും വ്യവസായ മേഖലയ്ക്ക് പുതുജീവൻ നൽകുമെന്നും മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുമെന്നും പുതിയ മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ അശുഭ ലക്ഷണങ്ങൾ ധാരാളം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യാപകമായ അസഹിഷ്ണുതയുടെ വിപരീതമായിട്ടാണ് ഇത്രകാലവും ബംഗാൾ നിലകൊണ്ടത്. ഭാഷയിലും സംസ്കാരത്തിലും സാമൂഹിക വ്യവഹാരങ്ങളിലുമെല്ലാം ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയത്തെ ചുണയോടെ ചേർത്ത് പിടിച്ച ഒരു ദേശത്തേക്കാണ് പെട്ടെന്ന് വലിയൊരു പ്രതിലോമ ശക്തിയായി BJP രാഷ്ട്രീയം എത്തുന്നത്. അധികാര കേന്ദ്രീകരണം മമതാ ബാനർജി ഭരണത്തിന്റെ ഒരു ദൗർബല്യമായി കണ്ടിരുന്നവർ ഇന്ന് കാണാൻ പോകുന്നത് ഡബിൾ എഞ്ചിൻ ശക്തിയുടെ കൂടുതൽ വിനാശകരമായ കേന്ദ്രീകരണമാണെന്ന് ഭയക്കണം. ഇപ്പോൾ ലഭിച്ച അമിതാധികാരം ബംഗാളിന്റെ ചരിത്രപരമായ ബഹുസ്വരതയെ പോഷിപ്പിക്കാനാണോ അതോ സാമൂഹിക ധ്രുവീകരണത്തിനാണോ ഉപയോഗപ്പെടുത്തുക? എന്തുതരം ഭരണമാണ് ബംഗാളിന് ലഭിക്കാൻ പോകുന്നതെന്ന് കാലമാണ് തെളിയിക്കേണ്ടതെങ്കിലും സുവേന്ദു അധികാരി അധികാരമേറ്റ രീതിയും സന്ദർഭവും നൽകുന്ന സൂചന ശുഭകരമേയല്ല. കാര്യക്ഷമമായ ഭരണം ഉറപ്പു നൽകുന്ന പുതിയ മുഖ്യമന്ത്രി ഒരു കാലത്ത് മമതാ സർക്കാരിൽ മന്ത്രിയായിരുന്നു. അന്ന് പ്രത്യയശാസ്ത്രപരമായി തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 10 വർഷം മുൻപ് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു. അദ്ദേഹം കോഴ കൈപ്പറ്റുന്ന ക്യാമറ ദൃശ്യം BJP രാജ്യത്തെ മുഴുവൻ കാണിച്ചു. അന്ന് മോദി അടക്കം BJP നേതാക്കൾ നാരദ അഴിമതി വീരനെതിരെ രംഗത്തിറങ്ങി. എന്നാൽ 2020 അദ്ദേഹം അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കുകയും BJPയിൽ ചേരുകയും ചെയ്തു. അദ്ദേഹം കാലുമാറിയതിൽ പിന്നെ ആ അഴിമതി കേസ് ഇല്ലാതെയായി. ഇന്ന് അദ്ദേഹം BJPയുടെ മേൽവിലാസത്തിൽ പശ്ചിമ ബംഗാളിലെ ഭരണത്തലവനായിരിക്കുന്നു. ബംഗാളിൽ മുൻപേ തുടങ്ങിയ കാലുഷ്യം കൂടുതൽ തീവ്രതയോടെ വർഗീയ ഭാവം കൈക്കൊണ്ട് തുടരുകയാണ് ചെയ്യുന്നതെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. പുതിയ സർക്കാരിന്റെ പ്രതിബദ്ധത ബംഗാളി സമൂഹത്തോടോ അതോ സങ്കുചിത രാഷ്ട്രീയത്തോടോ എന്ന ചോദ്യം അസ്ഥാനത്തല്ല. മുൻപ് ബംഗാളിന്റെ ബഹുസ്വരതയെ ചൊല്ലി അഭിമാനിച്ചിരുന്ന സുവേന്ദു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വർഗീയ വിഷം വമിച്ചുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്. നന്ദിഗ്രാമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിമുകൾ തനിക്ക് വോട്ട് ചെയ്യാത്തതിനാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ താൻ സേവനം ചെയ്യൂ എന്നാണ്. ഭരണഘടനയുടെ ആത്മാവിന് നേരെ ആഞ്ഞു കുത്തിയാണ് അദ്ദേഹം ഭരണമേൽക്കുന്നത്. ബംഗാളിൽ BJP അട്ടിമറി ജയം നേടിയതിന് മുഖ്യ കാരണം SIRന്റെ മറവിൽ നടന്ന വോട്ടർ പട്ടിക തിരിമറിയാണെന്ന ആരോപണം നിലവിലുണ്ട്. ഇപ്പോൾ അതിന്റെ മുഖ്യ കാർമ്മികനായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ സുബ്രത ഗുപ്ത മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരിക്കുന്നു. ബംഗാളിന് വേണ്ടത് മുൻകാല തെറ്റുകൾ തിരുത്തുകയും അതിന്റെ മേന്മകൾ നിലനിർത്തുകയും ചെയ്യുന്ന ഭരണമാണ്. എന്നാൽ ആദ്യ സൂചനകൾ കാണിക്കുന്നത് വിപരീത ദിശയിലേക്കാണ് സഞ്ചാരമെന്നാണ്. ബംഗാളിന്റെ തനത് വിശാലത കടുത്ത സങ്കുചിതത്വത്തിന് വഴിമാറുന്നതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി. സംഘർഷങ്ങളും സായുധ ആക്രമണങ്ങളും വർഗീയ അതിക്രമങ്ങളും മറയില്ലാതെ അരങ്ങേറി തുടങ്ങിയതായി വാർത്തയുണ്ട്. ദേശവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ എല്ലാ വിയോജിപ്പുകളും മറന്ന് ജനാധിപത്യ കക്ഷികളും പൊതുസമൂഹവും ഒന്നിക്കണമെന്ന് ബംഗാളിന്റെ ഗതി ഓർമ്മിപ്പിക്കുന്നു. ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അടക്കം ഭാഗഭാക്കാകേണ്ടിയിരുന്ന ഇന്ത്യ സഖ്യം ഇന്ന് പല കാരണങ്ങളാൽ ദുർബലമായിരിക്കുന്നു. വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയം മറ്റെല്ലാ പരിഗണനകൾക്കും മീതെ ഉയർത്തിപ്പിടിക്കാൻ മറ്റെല്ലാം ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാറ്റിവെക്കാൻ ഉപകരിക്കുമെന്ന് കരുതിയ ഇന്ത്യ മുന്നണി ഇടക്കാലത്ത് ആ മുഖ്യ ലക്ഷ്യം മറന്നതിന്റെ പരിണിതി കൂടിയാണ് ബംഗാൾ അനുഭവിക്കുന്നത്. അധികാരത്തിന് വേണ്ടി അഹങ്കാരം കാണിക്കാൻ വേണ്ടി ലക്ഷ്യം മറന്ന കക്ഷികൾ ഒരു തിരിഞ്ഞു നടത്തത്തിന് തയ്യാറാകണമെന്ന് ബംഗാൾ ഇന്ത്യയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മാധ്യമം പോഡ്കാസ്റ്റ്.